ഹായ് ഹലോ ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, എങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം കാണും. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു സ്മോക്കി ഐസ് ചെയ്യാനായിട്ട് പഠിക്കാൻ പോവാം കേട്ടോ. നമുക്ക് എല്ലാ ഒക്കേഷനിലും സ്മോക്കി ഐസ് ചെയ്തുകൊണ്ട് പോകാമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. പിന്നെ നമുക്ക് ലൈറ്റായിട്ടുള്ള സ്മോക്കി ഐസ് വേണേൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ആയിട്ട് ഇടാനായിട്ട് പറ്റും. കറക്റ്റ് പ്രോപ്പർ സ്മോക്കി ഐസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന പോലെയല്ല, കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കും. അത്യാവശ്യം താണ്ടി ഈ പോർഷൻ വരെ കവർ ചെയ്ത് നിൽക്കുന്നതായിരിക്കും സ്മോക്കി ഐസ് എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് ഡെയിലി ഇട്ടുകൊണ്ട് പോകാനും അല്ലെങ്കിൽ ഒരു സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സിൻ്റെ കൂടെയോ ഒക്കെ ചെയ്യാൻ പറ്റിയ സ്മോക്കി ഐസ് എങ്ങനെ ചെയ്യാമെന്നാട്ടോ നമ്മളിന്ന് കാണാനായിട്ട് പോലെ. സ്മോക്കി ഐസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സംഭവമൊന്നും വേണ്ട. നമുക്കൊരു ഒരു ഐലൈനർ അല്ല, ഇതിൻ്റെ പേരെന്താ, ഒരു കാജൽ വേണം. ഇപ്പം അതില്ലെങ്കിൽ നമ്മുടെ ഈ കൺമഷി ഉണ്ടെങ്കിൽ കൺമഷി ആണെങ്കിലും മതി. പിന്നെ ഒരു ഐ ഷാഡോ പാലറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ഐബ്രോ. ഇനി ഈ ഐബ്രോയുടെ സംഭവം ഇല്ലെങ്കിലും ആരും വിഷമിക്കേണ്ട, ഐ ഷാഡോ പാലറ്റ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. നമുക്ക് കൺമഷി മാത്രം ഉണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ആവാണ്ടിരിക്കാനും വേണ്ടി മുകളിൽ പൗഡർ ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് തൂത്താൽ മതി. അത് ഞാൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇത് രണ്ടുമാണ് എടുത്തേക്കുന്നത്, നമുക്കിത് രണ്ട് മാത്രം മതി. പിന്നെ ബ്രഷ്, എൻ്റെ കയ്യിൽ ഇപ്പം മേക്കപ്പ് ബ്രഷ് ഉള്ളത് കൊണ്ടാണ് ഞാൻ മേക്കപ്പ് ബ്രഷ് എടുത്തേക്കുന്നത്. മേക്കപ്പ് ബ്രഷ് ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് നമ്മുടെ ബഡ്സ് വെച്ച് ചെയ്യാം, നമ്മുടെ കൈ വെച്ച് ചെയ്യാം. അപ്പം ഇതിൽ ഞാൻ കാണിക്കുന്നത് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്നോർത്തിട്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ച് നമ്മൾ ചെയ്താൽ മതി. ഞാൻ പിന്നെ കുറച്ച് ആർഭാടം ആയിക്കോട്ടെ എന്ന് വെച്ച് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഇതും കൊണ്ട് കാജൽ, യെസ്. അപ്പോൾ നമ്മുടെ കാജൽ വെച്ചിട്ട് നമ്മുടെ മണ്ടവശം ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ലൈറ്റായിട്ട് വരയ്ക്കുക, കറക്റ്റ് ലൈനൊന്നും വരയ്ക്കണമെന്നില്ല. ഇപ്പം ഞാൻ ഒരു പാലയാച്ചിന് പോയിട്ട് വന്നേ, അതാ ഈ വാലിരിക്കുന്നത്. അപ്പം ഭയങ്കര കറക്റ്റായിട്ട് തെറ്റാതെ വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അത്രയും വരച്ചു കൊടുത്തു. ഓക്കെ, ഒരുപാടൊന്നും വരയ്ക്കുന്നില്ല കേട്ടോ. അതിന് ശേഷം ഇതിപ്പോൾ ഞാൻ വരച്ചാലും വരയ്ക്കാത്ത ഒരേപോലെ എൻ്റെ മറ്റേ ഹുഡഡ് ഐസ് ആയതുകൊണ്ട് ബ്രഷ് എടുക്കുക. ബ്രഷില്ലെങ്കിൽ ബഡ്സ് എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ വരച്ച വരയെ നന്നായിട്ട് മായ്ച്ച് കൊടുക്കുക. അങ്ങനെ ഒരു വരയുണ്ടെന്ന് പോലും നമുക്കവിടെ തോന്നാത്ത രീതിയിൽ നിങ്ങളതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്മോക്കി ഐസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഡാർക്ക്നെസ് കൂടുതലായിരിക്കണം, മുകളിലോട്ട് വരുന്തോറും ഡാർക്ക്നെസ് കുറഞ്ഞ് കുറഞ്ഞ് വരണം. അതാണ് നമ്മൾ സ്മോക്കി ഐസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, നമ്മൾ ആ ലൈനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. കുറച്ചുകൂടെ ഡാർക്ക്നെസ് വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ആക്കാം കേട്ടോ. നമ്മുടെ ബ്രഷിലോ ബഡ്സിലോ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ബ്രഷ് ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുകയും ചെയ്യേണ്ട. ബ്രഷ് ഒന്നും ഒരു കമ്പൽസറി ആയിട്ടുള്ളൊരു സംഭവമേ അല്ല നമ്മുടെ സ്മോക്കി ഐസിൽ. അതിന് ശേഷം ഓക്കെ, നമ്മളത് ചെയ്തു. അതിന് ശേഷം ഇപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താഴ്വശത്ത് കുറച്ച് ബ്ലാക്ക് ഇരുന്നോട്ടെ. താഴ്വശത്ത് കുറച്ച് ബ്ലാക്ക് വേണം നമുക്ക്. എൻ്റെ ഹുഡഡ് ഐസ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ കണ്ണടച്ചാലേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. അതിന് ശേഷം നമ്മുടെ ഐ ഷാഡോ പാലറ്റിലെ ഡാർക്ക് ബ്ലാക്ക് എടുക്കേണ്ട, ഒരു ലൈറ്റ് ബ്ലാക്ക് എടുക്കുക. ഡാർക്ക് ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മുടെ ഈ മുകളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നമുക്കങ്ങനെ ആ ഒരു വര വരച്ചു എന്നൊരു ഫീല് നമുക്ക് തോന്നുകയേ ചെയ്യരുത്. അപ്പോൾ അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സ്മഡ്ജ് ചെയ്തതിന് ശേഷം നമ്മൾ വേണ്ട ഈ നമ്മുടെ ഇതിലെ ബ്രൗൺ ഷെയ്ഡ് എടുക്കുക, ബ്രൗൺ കളർ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ വെച്ച ബ്ലാക്കിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിനെ സ്മഡ്ജ് ചെയ്യുക. ശരിക്കും പറഞ്ഞുള്ള സ്മോക്കി ഐസ് ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ഡാർക്കായിട്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ ബ്രഷ് മാറ്റിയിട്ട് കൈയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ബ്രഷിനേക്കാളും ഏറ്റവും എളുപ്പം നമുക്ക് കൈയും കൊണ്ട് ചെയ്യാനാണ്. ഓക്കെ, മുകളിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ബ്ലാക്ക് കൊടുക്കാതെ ബ്രൗൺ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് സ്മോക്കി ഐസ് ചെയ്യുകയാണെങ്കിൽ ചുരിദാറിൻ്റെ കൂടെ ചെയ്യാം, അതേപോലെ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ചേർന്ന് പോകുന്ന ഒന്നാട്ടോ സ്മോക്കി ഐസ്.
ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. സംഭവം തീർന്നു. ഇത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വളരെ എളുപ്പമല്ലേ, അധികം പരിപാടീസ് ഒന്നുമില്ല. കുറച്ച് കറുപ്പെടുത്ത് മണ്ടയിൽ തേക്കുന്നു എന്നേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ ഈ മുകളിൽ കുറച്ച് തൂത്തുകളയാം കേട്ടോ. എക്സ്ട്രാ ഉള്ളത് ഞാൻ നിങ്ങളോട് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് പറയാം, ഇതല്ല പ്രോപ്പർ സ്മോക്കി ഐസ്. പ്രോപ്പർ സ്മോക്കി ഐസ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ടിരിക്കും. നമ്മൾ അത്രയും ഡാർക്കായിട്ട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ താഴെയും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കളറും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഹുഡഡ് ഐസാണ്. ഹുഡഡ് ഐസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് മുകളിൽ കയറി പോകും, ഇല്ലെങ്കിൽ ഈ പോർഷൻ താഴോട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഹുഡഡ് ഐസിൽ ഞാൻ എന്ത് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. അതാണ് മെയിൻ സംഭവം. അപ്പോൾ സ്മോക്കി ഐസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്കും നന്നായിട്ട് ബ്ലാക്ക് ആകും. മുകളിലോട്ട് വരുന്തോറും ഈ ഡാർക്ക്നെസ് കുറഞ്ഞ് വളരെ ലൈറ്റായിട്ട് വരും. അപ്പം നമ്മൾ മുകളിലോട്ടൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു ലൈറ്റ് സ്മോക്കി ഐസ് ആണ്. നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോക്കി ഐസ്. അപ്പോൾ ഇതെല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ കാജൽ വരയ്ക്കുക. കാജലിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത് സോറി, എൻ്റെ ബ്രഷ് താഴെ പോയി ഒന്ന് എടുക്കട്ടെ. ഗായ്സ്, ഞാൻ തോന്നപ്പോഴത്തേക്ക് ലൈറ്റും പോയോ? സോറി. ഇപ്പുറത്ത് ഞാൻ കൈയും കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഒരുപാടൊന്നും വരയ്ക്കണ്ട, ചെറുകിയൊന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി. അതിന് ശേഷം കൈയും കൊണ്ടാട്ടോ ഏറ്റവും എളുപ്പം ഈ സംഭവം ചെയ്യാൻ. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് കട്ടിക്ക് കണ്ണിലിട്ട് തൂക്കരുത്. കണ്ണാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്, ഭയങ്കര തിന്നായിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് കണ്ണിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, നമ്മൾ ആ ലൈൻ സ്മഡ്ജ് ചെയ്തു. അതിന് ശേഷം എന്തെങ്കിലും വെച്ചാൽ തിരിക്കത്തില്ല, അത് അവിടെ എവിടെയും ചാടിപ്പോവും. ബ്ലാക്ക് കളർ എടുക്കുക, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സോറി കേട്ടോ, ഞാൻ അവിടെയാണ് നോക്കണ്ട, പക്ഷേ ഇവിടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എനിക്കിതാ വാക്ക്, കണ്ണാടി ഇല്ലാത്തതുകൊണ്ട്. അതിന് ശേഷം ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തു, അതതിൻ്റെ മുകളിലോട്ടൊന്ന് തൂത്ത് കൊടുക്കുക. നമ്മൾ ബ്രഷും കൊണ്ട് ചെയ്തതിലും എളുപ്പം നമ്മൾ നമ്മുടെ കൈയും കൊണ്ട് ചെയ്തില്ലേ. ഇത്രയേ ഉള്ളൂ സംഭവം. എക്സസ് ആയിട്ട് വരുന്നതൊന്ന് തൂത്ത് കളയുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സ്മോക്കി ഐസ് ചെയ്യാൻ അറിയാത്തവർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു വട്ടമെങ്കിലും സ്മോക്കി ഐസ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ സ്യൂട്ടായി പോകുന്ന ഒന്നാണ് സ്മോക്കി ഐസ്. നിങ്ങൾ സാരിയൊക്കെ ഉടുക്കുമ്പോഴൊക്കെ ലൈറ്റായിട്ട് ഇതേപോലെ വളരെ ലൈറ്റായിട്ട് സ്മോക്കി ഐസ് ചെയ്താൽ മതി. സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ അധികം കണ്ണ് വിടർത്തി വരച്ച് എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ചുകൂടെ ഡാർക്കായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഈ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഡാർക്കായിട്ട് ചെയ്യാം. അപ്പോൾ സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ കണ്ണെഴുതിയില്ലെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാട്ടോ. പൊതുവേ ഞാൻ കണ്ണെഴുതാറില്ല, എനിക്ക് ഇഷ്ടമല്ല എഴുതുന്നത്. ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാ ബൈ, സീ യു, ബൈ.